ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ വിശ്വാസത്തിലേക്കുള്ള വാതിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്നത്തെ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. നാം എല്ലാവരും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൻ്റെ താക്കോലാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം ഈ വാതിൽ നമുക്ക് തുറന്നു തരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് 2 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, എന്താണ് പ്രാർത്ഥന? ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എപ്രകാരമുള്ളതാണ്? ദൈവവുമായിട്ട് ഒരു സ്നേഹ സംഭാഷണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട പട്ടിക, ഒരു യാചനാ പ്രാർത്ഥന മാത്രമല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ? അപ്രകാരമായിരിക്കരുത്. മറിച്ച് ദൈവവിശ്വാസത്തിലും ദൈവാശ്രയത്വത്തിലും കീഴ്പ്പെട്ട് അടിയുറച്ച ഒരു ബന്ധം ഈശോയുമായി സ്ഥാപിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് സാധിക്കണം. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയുന്നവനാണ് ഈശോ. എന്നിരുന്നാലും ഈശോയുടെ പക്കൽ ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ, അല്ലെങ്കിൽ ഒരു ദൈവപിതാവിൻ്റെ മുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞിനോടെന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ വിഷമങ്ങളിലെല്ലാം ഓടിയണയാൻ പറ്റുന്ന ഒരു നല്ല സന്നിധിയാണ് തമ്പുരാൻ്റെതെന്ന് മനസ്സിലാക്കുവാനും, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലികളിൽ, നാം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ ഈശോയുടെ ആലോചന ചോദിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലൂടെയും ഈശോയെ ഒരു നല്ല ചങ്ക് ഫ്രണ്ടായിട്ട് സ്വീകരിക്കാനും ഒരു ആഴമേറിയ ബന്ധം ഈശോയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഉറച്ച മലയെപ്പോലും പിഴുതെറിയാൻ കഴിയുമെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. പലപ്പോഴും ഏറെ വിശ്വാസത്തോടും ത്യാഗത്തോടും കൂടി നമ്മൾ ഏറെ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം പിടിച്ചു വിൽക്കപ്പെടുന്ന അവസരങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. ഈ സന്ദർഭങ്ങളാണ് പ്രാർത്ഥന എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരിക. നമുക്കറിയാം, ഏറെ സഹനങ്ങളിലൂടെ ഈശോ കടന്നു പോകുമ്പോഴും ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ ഈശോ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചത്? നമുക്കറിയാം, തന്നെ സ്നേഹിക്കുന്ന പിതാവ് തൻ്റെ നാശത്തിനല്ല, ഇതെല്ലാം നന്മയ്ക്കാണ് വരുത്തുന്നത് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറണം എന്ന് പ്രാർത്ഥിക്കുവാനായി സാധിച്ചു. നമ്മുടെ പ്രാർത്ഥനകളിലും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. സങ്കീർത്തകൻ ഇപ്രകാരം വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനം 23:4. നമുക്കും ഒരു ഉറച്ച ബോധ്യം ഇപ്രകാരം ഉണ്ടായിരിക്കണം: ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ വഴി നടത്തുന്നു, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആ ഒരു ഉറച്ച ബോധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധികളിലും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു ഉറച്ച ബോധ്യത്തിലേക്കാണ് നമ്മുടെ പ്രാർത്ഥന ചെന്നെത്തേണ്ടത്. നമുക്കറിയാം, ബൈബിളിലുടനീളം പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹങ്ങൾ നേടിയെടുത്ത വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. പിതാവായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്, എപ്രകാരമായിരുന്നു 100-ാം വയസ്സിലും ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം നേടിയെടുത്ത വ്യക്തിയാണ് അബ്രഹാം. ഇനി വിശുദ്ധരുടെ ഗണത്തിലേക്ക് നോക്കിയാൽ മോണിക്ക പുണ്യവതി 30 വർഷത്തോളം പാപാന്തകാരമായ ജീവിതത്തിൽ ജീവിക്കുന്ന തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 30 വർഷത്തോളം അമ്മ പ്രാർത്ഥിച്ചു എന്നാണ് കാണുക. ഇത്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കാം. കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബങ്ങളിൽ മുടങ്ങാതിരിക്കട്ടെ. അതുപോലെ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ എന്നും അനുഗ്രഹിക്കും എന്നുള്ള വചനങ്ങൾ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ട് ആഴത്തിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഈശോയെ നമ്മുടെ ചങ്ക് ഫ്രണ്ടായിട്ട് സ്വീകരിക്കുവാനും അതിനപ്പുറം നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്കും ആഴമേറിയ വിശ്വാസത്തിലും വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വചനം ഇതാണ്. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാൻ. കൊളോസ്സോസ് 4:2.